ഇന്ന് നമ്മൾ കണ്ണൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. ചെറുതായിട്ടൊരു പർച്ചേസിങ് കേട്ടോ. അങ്ങനെ നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ പോയ ഉടനെ തന്നെ നല്ല ഓഫറൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയ സമയം നല്ലൊരു സമയം തന്നെയാണ്. പോയ ഉടനെ തന്നെ കുട്ടികൾ ഫസ്റ്റ് പോയിട്ട് ഡോണറ്റ്, നഗറ്റ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എടുത്തിട്ടു കേട്ടോ. അത് തന്നെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ കാണുന്നത്. ഇതൊക്കെ എടുത്തിട്ടിട്ടുണ്ട്, നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. പിന്നെ ഡ്രിങ്ക് അവിടുത്തെ സ്പെഷ്യൽ ഡ്രിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫസ്റ്റ് എന്തായാലും അവിടെ പോയി കുറച്ച് സമയം മെനക്കെടുമ്പോൾ ദാഹിക്കുമല്ലോ, അപ്പോൾ പിന്നെ ഡ്രിങ്കൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ട്. പിന്നെ പിന്നെ ഞാനിവിടെ ഇങ്ങനെ ഇതുപോലെ ക്രീം ചീസ്, കുനാഫഡോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഞാൻ നോക്കുക. എനിക്ക് അങ്ങനെയുള്ള ഈ ക്രീമി ആയിട്ടുള്ള ഐറ്റംസൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ പൾപ്പ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രീം കേക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കലാണ് പൊതുവെ, പക്ഷേ ഇത് നല്ലൊരു ഓഫർ കണ്ടപ്പോൾ പിന്നെ അവിടുന്ന് വാങ്ങിച്ചു. അത്രേ പ്രൈസ് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ, 200 രൂപ അങ്ങനെ വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടപ്പോൾ ഒരു 3-4 എടുത്തു. പിന്നെ നമ്മളുടെ ബ്രെഡിനൊക്കെ ഇതാക്കാൻ പറ്റുന്ന ക്രീം എടുത്തിട്ടുണ്ട്. നമ്മൾ ന്യൂട്രല പോലെയുള്ള നമ്മൾ നട്ട്സിൻ്റെ മിക്സ്ഡാണ്. പിന്നെ ഡോണറ്റ് എടുത്ത് പോരാഞ്ഞിട്ട് വീണ്ടും അത് പിന്നെ ഫ്ലേവർ മാറ്റുള്ളതും കൂടി എടുത്ത് വന്നിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ മാഗി ബിസ്ക്കറ്റ് ഐറ്റംസ്, പിന്നെ കുട്ടികൾക്ക് ചോക്ലേറ്റ് ഐറ്റംസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ പിന്നെ എന്താ പറയുക, നമ്മൾ പാസ്ത ഐറ്റംസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ടുന്ന ഐറ്റംസൊക്കെ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫുഡും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. അതൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. കാരണം പിന്നെ ഫുഡൊക്കെ പാർസലാക്കി അവിടുന്ന് കഴിക്കാനുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ. പിന്നെ ഫുഡ് കോർട്ട് ഉണ്ട് മേലയിൽ, പിന്നെ അവിടുന്ന് പോകാൻ നിന്നില്ല. ഏതായാലും ഇത് ഒരുപാട് ലേറ്റായി, ഇവിടെ വന്ന് പ്രതീക്ഷിച്ചതിലും ലേറ്റായി. ഇതൊക്കെ പാർസലാക്കി അങ്ങനെ നമ്മൾ അതൊക്കെ വണ്ടിയിൽ കൊണ്ടുവച്ച ശേഷം ഇവിടെ മേലയിൽ നമ്മൾ വന്നു കേട്ടോ. കാരണം അവിടെ മാക്സ് ഉണ്ട്. അപ്പം പിന്നെ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊരു പർച്ചേസിങ് കേട്ടോ, വലിയ പർച്ചേസിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല, തൊട്ട് മുമ്പ് പർച്ചേസ് കഴിഞ്ഞതാണ്. അതുകൊണ്ട് പിന്നെ മോൾക്കൊരു അങ്ങനെ ടീഷർട്ടോ അങ്ങനെ എന്തെങ്കിലും എടുക്കണോ എന്നുള്ളൊരു തോന്നലുകൊണ്ട് വന്ന സ്ഥിതിക്കൊന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്ന്. മോൾ എന്തായാലും ഒരു റെഡിമെയ്ഡ് ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവൾക്കൊരു ഡ്രസ്സ് മസ്റ്റാണ്, എന്തായാലും അവൾ എടുത്തിട്ട് എടുപ്പിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ തൊട്ട് മുമ്പ് അവൾ മുൻപ് പോയിട്ട് എടുക്കുകയാണ്. അല്ലെങ്കിൽ അവൾ എടുത്തിട്ട് ഇത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ വേണ്ടി വരും. അതുകൊണ്ട് പിന്നെ നമുക്കും കൂടി ഇഷ്ടപ്പെട്ടത് എടുക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. എന്തായാലും എടുക്കുമ്പം പിന്നെ നമുക്ക് തൃപ്തിയായിട്ടുള്ളത് തന്നെ എടുക്കണം. അല്ലാണ്ട് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വട്ടം ഇട്ടിട്ട് പിന്നെ ഇടാതിരിക്കുന്നതിലും നല്ല. അപ്പോൾ പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ പോയിട്ട് എടുക്കുമ്പോൾ പിങ്ക് ടീഷർട്ടിലേക്ക് പോക്ക് എനിക്ക് കുറച്ച് ഓവറാണ്. അങ്ങനെ അത് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് സ്ഥലം കാലിയാക്കാണ്. കാരണം എന്ന് വെച്ചാൽ പിന്നെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ പർച്ചേസിങ് ആയി പോകും. ഇത് തന്നെ ഓവർ പർച്ചേസിങ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്.